ഞാനിപ്പോൾ പോകുന്നത് 150 കൊല്ലം പഴക്കമുള്ള തറവാട്ടിലേക്കോ വീട്ടിലേക്കോ ഒന്നുമല്ല. ഈ സ്പോട്ട് കണ്ടപ്പോൾ തന്നെ കോഴിക്കോട്ടുകാർക്ക് കത്തിയുണ്ടാവും. യെസ്, സൂഫി മന്തി. അപ്പം ഞങ്ങൾ ഇന്ന് കസിൻസ് എല്ലാവരും കൂടി ഒന്ന് മന്തി കഴിക്കാൻ വേണ്ടി പുറത്തു പോകാമെന്ന് വിചാരിച്ചു. ഒരു കോഴിക്കോട്ടുകാരിയായിട്ടും ഞാൻ ഇന്നേ വരെ സൂഫി മന്തി പോയിട്ടോ ഫുഡ് കഴിച്ചിട്ടോ ഇല്ല കേട്ടോ. ഇതെന്റെ ഫസ്റ്റ് ടൈമാണ് അവിടെ പോകുന്നത്. അവിടുത്തെ സ്റ്റൈലിംഗ് ആണെങ്കിലും പ്രസന്റേഷൻ ആണെങ്കിലും ആംബിയൻസ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ ഫ്ലേവേഴ്സിലുള്ള ചിക്കനും ഓർഡർ ചെയ്ത് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. മന്തി വന്നപ്പോൾ തന്നെയുള്ള സോബിക്കുട്ടീൻ്റെ എക്സ്പ്രഷൻ നോക്കുക. ആള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങ് അറബി നാട്ടിൽ നിന്ന് നമ്മുടെ അടുത്തേക്ക് വന്ന ഈ ഒരു ഭക്ഷണത്തിന് എത്ര പെട്ടെന്നല്ലേ നമ്മുടെ മനസ്സിലൊരു സ്ഥാനം ഉണ്ടായത്. മന്തി എന്നും മലയാളിക്കൊരു വികാരം തന്നെയാണ് അല്ലേ. ഇതിപ്പോ ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും വാ നമുക്ക് മന്തി കഴിക്കാൻ പോവാന്ന് പറയുന്നത് തന്നെ ഒരു ബോണ്ടിങ് ആയിട്ട് മാറിയാണ് ഈ കാലത്ത്. പിന്നെ അവിടുത്തെ മന്തി ഒരു രക്ഷയില്ലായിരുന്നു ഗൈസ്. അടിപൊളി മന്തി ആയിരുന്നു. റൈസിന്റെ ക്വാളിറ്റി ആണെങ്കിലും ചിക്കന്റെ ക്വാളിറ്റി ആണെങ്കിലും അടിപൊളിയായിരുന്നു. അങ്ങനെ വയറ് നിറച്ചൊരു മന്തി കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി അവിടുന്ന് പോന്നു.